വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. കൂറ്റനാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി കാൻഡിഡേറ്റ് ശ്രദ്ധേയമായി. കേരളം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന തൃത്താല നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാണ് മീറ്റ് ദി കാൻഡിഡേറ്റിൽ പങ്കെടുത്തത്. നാട് ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ സ്ഥാനാർത്ഥികളുടെ വെല്ലുവിളികളും വികസന ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളും മത്സരാന്തരീക്ഷത്തെ ആവേശത്തിലാക്കിയ ഘട്ടത്തിലാണ് നാലുപേരും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ മനസ്സു തുറന്നത്. LDF സ്ഥാനാർത്ഥി MP രാജേഷ്, UDF സ്ഥാനാർത്ഥി VT ബൽറാം, NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, SDPI സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്പുറം എന്നിവരാണ് പ്രചാരണ തിരക്കിനിടയിൽ സമയം കണ്ടെത്തി പ്രസ് ക്ലബ്ബിലെത്തിയത്. നാടിന്റെ വികസനമാണ് സ്ഥാനാർത്ഥികൾ ചർച്ച ചെയ്തത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും അടുത്ത 5 വർഷത്തെ പ്രകടന പത്രികയുമായാണ് രണ്ടാം ഊഴം തേടുന്ന മന്ത്രി കൂടിയായ MP രാജേഷ് എത്തിയത്. വാർത്തകളിൽ നിറഞ്ഞുനിന്ന സുസ്ഥിര തൃത്താല, എൻലൈറ്റ് സ്കോളർഷിപ്പ്, അൻബോർഡ് തൃത്താല തുടങ്ങിയ തനത് പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ടും പ്രകടന പത്രികയും MP രാജേഷ് വിശദീകരിച്ചു. തുടർന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായി. ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ മുന്നോട്ട് പോകണമല്ലോ, അതുമായിട്ട് മുന്നോട്ട് പോകും. കാരണം ഈ ഭൂമി ഏറ്റെടുക്കൽ എങ്ങനെ നടക്കും? LARR ആക്ട് പ്രകാരം പറ്റും. ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതാണ്. ഇടതുപക്ഷ പിന്തുണയോടെ അധികാരത്തിലിരുന്ന ഒന്നാം UPA ഗവൺമെന്റ് പാസാക്കിയതാണ് ആക്ട്. ആ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ എല്ലായിടത്തും പൊതു ആവശ്യത്തിന് ഒരു ഇഞ്ച് ഭൂമി ഏറ്റെടുക്കാനാവും. നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ 2 സ്ഥലത്ത് ഭൂമി ഏറ്റെടുത്തതും 3ാമത്തെ സ്ഥലത്ത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതും ഇതേ മാതൃകയിലാണ്. കാങ്കപ്പുഴയിൽ ഏറ്റെടുത്തത്, സുശീലപ്പടിയിൽ ഏറ്റെടുത്തത്, 2 പൂർത്തിയാക്കി. 2 സ്ഥലത്തും ആളുകൾക്ക് പൈസ കിട്ടിയിരുന്നു. ഇപ്പോൾ കുമ്പിടി റോഡിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നു. അതേ മാതൃകയിൽ കുട്ടനാട് ഏറ്റെടുക്കും. എവിടെയെങ്കിലും പരാതി ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് ആശയമുണ്ടോ? ഭൂമി ഏറ്റെടുക്കലിൽ ഇപ്പൊ 107 പേരിൽ നിന്നാണ് നമ്മൾ കാന്തപ്പുഴയ്ക്ക് ഭൂമി ഏറ്റെടുത്തത്. അവസാനം ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ വേറെ പലരും വന്നിട്ട് എന്റെ കൂടി കുറച്ച് ഭൂമി എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ. 2 തവണ തൃത്താലയെ പ്രതിനിധീകരിക്കുകയും 3ാം അംഗത്തിൽ കാലിടറുകയും 4ാം അംഗത്തിന് കച്ചമുറുക്കുകയും ചെയ്യുന്ന VT ബൽറാം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുകൊണ്ട് ചെയ്ത വികസന കാര്യങ്ങൾ വിശദീകരിച്ചു. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും വിസ്തരിച്ചു. പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തിരുന്ന പാവർട്ടി ശുദ്ധജല പദ്ധതി, അതിനൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് പോലും ഉണ്ടായിരുന്നില്ല. പുഴയിൽ നിന്നുള്ള വെള്ളം പ്രാഥമികമായിട്ടുള്ള ശുദ്ധീകരണത്തിന് ശേഷം നേരെ അടിച്ചു കൊണ്ടുപോയിരുന്നു. അവിടെ മുടവന്നൂരിൽ അവിടെ പുതിയ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൊണ്ടുവന്നത് ഞാൻ MLA ആയിരിക്കുന്ന സമയത്താണ്. എന്നിട്ടാണ് എനിക്കെതിരെ ഈ ആക്ഷേപം കേൾക്കേണ്ടി വന്നത്. പക്ഷേ ഈ 5 വർഷത്തിനകത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ പദ്ധതി പോലും തൃത്താല മണ്ഡലത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പുതിയ പദ്ധതി പോലും ടെൻഡറിലേക്ക് പോയിട്ടില്ല. പല MLAമാരും അവരവരുടെ മണ്ഡലത്തിൽ കുടിവെള്ളത്തിൻ്റെ മേഖലയിൽ കോടികളുടെ വികസനം അവകാശപ്പെടുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. മലപ്പുറത്തുനിന്ന് തൃത്താലയിൽ കന്നിയംഗത്തിന് എത്തിയ NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വികസന രേഖയുമായാണ് പ്രസ് ക്ലബ്ബിലെത്തിയത്. തൃത്താലയിൽ ഇനിയും അടിസ്ഥാന വികസനം എത്തിയിട്ടില്ലെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാട്ടുകയാണെന്നും താൻ ജയിക്കുകയാണെങ്കിൽ MLAക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പാവങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവർ തൃത്താലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എന്താ കാരണം? 5 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ 10 കൊല്ലം കൂടുമ്പോൾ മാറി മാറി 2 കൂട്ടരെയും പരീക്ഷിക്കും. വോട്ടുകുത്തി യന്ത്രങ്ങളായിട്ടാണ് ഇവിടുത്തെ വോട്ടർമാരെ കാണുന്നത്. ഒരു വികസനം നൽകിയില്ലെങ്കിലും ശരി, ഇവരെ 2 കൂട്ടരെയും മാറി മാറി പരീക്ഷിച്ചോളും. ഹാബിറ്റാറ്റിന്റെ അഴിമതി 2 കൂട്ടരും ഷെയറിട്ട് അഴിമതി നടത്തും. അതുപോലെ തന്നെ സരസ്വമേള നടക്കുന്ന സമയത്ത് LDFന്റെ സരസ്വമേള നടക്കുന്ന സമയത്ത് ധാരാളം അഴിമതിയുണ്ട്. അതിന്റെ വിവരാവകാശ രേഖ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലെ ധൂർത്തിനെ കുറിച്ചുണ്ട്. ഫ്ലക്സ് പരസ്യത്തിന് വേണ്ടി മാത്രം 40 ലക്ഷം രൂപയാണ്. അതിൽ കൃത്യമായ കണക്കുകളുണ്ട്. അത് സുതാര്യമല്ല. അത് അന്വേഷണം നടത്തണം. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഫണ്ടാണ്. ഹാബിറ്റാറ്റ് വിഷയത്തിൽ എന്തുകൊണ്ടാണ് ആ ഹാബിറ്റാറ്റ് എന്ന കമ്പനിക്ക് നൽകിയ കെട്ടിടങ്ങൾ ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യപ്പെടാതെ കിടക്കുന്നത്? എന്തുകൊണ്ടാണ്? അതിന് ഫിറ്റ്നസ് നൽകിയിട്ടില്ല. ഫിറ്റ്നസ് നൽകിയിട്ടില്ല എന്നർത്ഥം അത് ഫിറ്റ് അല്ല എന്നാണ്. കൂടുതലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നിരവധി സ്കൂളുകളുടെ കെട്ടിടങ്ങൾ അങ്ങനെ ഉദ്ഘാടനം ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിൽ ലാബ് പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ജീവൻ അപകടത്തിലല്ലേ ഉണ്ടാവുന്നത്. അപ്പം അത്തരത്തിൽ അഴിമതി, കെടുകാര്യസ്ഥത, അതുപോലെ തന്നെ വികസന മുരടിപ്പ്, ഇതൊക്കെയാണ് തൃത്താലയുടെ പര്യായം എന്ന് കാണാൻ സാധിക്കുന്നത്. SDPI സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്പുറവും ബദൽ രാഷ്ട്രീയ വികസനമാണ് ചർച്ച ചെയ്തത്. തങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന തീവ്രവാദ ആക്ഷേപങ്ങളെല്ലാം ജനം തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചതെന്നും തങ്ങളുടെ മുഖ്യശത്രു സംഘപരിവാറാണെന്നും ഷഹീർ ചാലിപ്പുറം പറഞ്ഞു.
തെരഞ്ഞെടുപ്പ് മേഖലയിൽ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള കൃത്യമായ തിരിച്ചറിവും എനിക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലത്തെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പാഠമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ 21-ാം തീയതിയാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തൃത്താല നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുന്നതിന് വേണ്ടി എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പിന്നീട് 22-ാം തീയതി മുതൽ പ്രചരണം ആരംഭിച്ച് 23-ന് നോമിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുകയും നിലവിൽ 8 പഞ്ചായത്തുകളിലും പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയെ കഴിഞ്ഞ കാലങ്ങളിൽ ചേർത്ത് പിടിച്ച ഏറെക്കുറെ വോട്ടർമാരെയും നേരിട്ട് കാണാൻ ഞാൻ ശ്രമിക്കുകയുണ്ടായി. മീറ്റ് ദി പരിപാടിയിൽ മാധ്യമപ്രവർത്തകരായ TVM അലി, സി മൂസ പെരിങ്ങോട് എന്നിവർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. CA ഇസ്മായിൽ, വി രഘു, AC ഗീവർ, KG സണ്ണി, മധു കൂറ്റനാട്, അഷറഫ് ദേശമംഗലം, വീരാവുണ്ണി മുള്ളത്ത്, റഹീസ് പെരുമണ്ണൂർ, അൻവർ കൂടലൂർ, ശിവപ്രസാദ് തൃത്താല, ഷിബിൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൂറ്റനാട്. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.